ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSLC ജോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സീസൺ ആൻഡ് ടൈം അഥവാ ഋതുഭേദങ്ങൾ സമയം എന്ന് പറഞ്ഞൊരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ നമുക്ക് പബ്ലിക് എക്സാമിൽ വരുമ്പോൾ ഒരു ഓപ്ഷണൽ ചാപ്റ്റർ ആയിട്ടാണ് വരുന്നത്. നമ്മുടെ ചാപ്റ്റർ 1 സീസൺ ആൻഡ് ടൈമും നമ്മുടെ ചാപ്റ്റർ 2 ഇതിൽ ഏതെങ്കിലും ഒരു ചാപ്റ്റർ നമുക്ക് എഴുതിയാൽ മതി. നമുക്ക് ഓപ്ഷണൽ ചാപ്റ്ററാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് എടുക്കുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ 1 ആണ്. കാരണം ചാപ്റ്റർ 2 എന്ന് പറഞ്ഞ കാറ്റിന്റെ ഉറവിടം തേടി എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ വളരെയധികം ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പം അതിനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ചാപ്റ്റർ വളരെയധികം ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. എല്ലാ കുട്ടികളും എടുക്കുന്ന ഒരു ചാപ്റ്റർ, ഓപ്ഷണൽ ചാപ്റ്ററിൽ എഴുതാൻ ഉദ്ദേശിക്കുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ചാപ്റ്ററാണ്. സീസൺ ആൻഡ് ടൈം എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. അഥവാ ഋതുഭേദങ്ങൾ സമയം എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് എല്ലാവരും എഴുതേണ്ടി വരുന്നത്. അപ്പം ഇന്ന് നോക്കുക, ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് സീസൺ ആൻഡ് ടൈം അഥവാ ഋതുഭേദങ്ങളും സമയം എന്ന് പറഞ്ഞ ഈ ചാപ്റ്ററിൽ നിന്നും വരാൻ പോകുന്ന മാക്സിമം ചോദ്യങ്ങൾ, വരാൻ പോകുന്ന ഏതൊക്കെ ചോദ്യങ്ങളാണ് വരുന്നത് ആ ചോദ്യങ്ങളെല്ലാം നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. വേറൊരു കാര്യം കൂടെ ഞാൻ പറയുന്നു, ഈ ഒരു സ്ലൈഡ്സ് അല്ലെങ്കിൽ സ്ലൈഡ്സ് ആയിട്ടല്ല ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്ന എൻ്റെ കൈയെഴുത്തോടെ ഞാൻ എഴുതിയിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഈ ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതിയിരിക്കുന്ന മലയാളം മീഡിയത്തിലാണ്, മലയാളം ഇതിലാണ്. അപ്പം ഇംഗ്ലീഷ് മീഡിയംകാരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് വെക്കുക. ഇംഗ്ലീഷ് മീഡിയത്തിൽ എഴുതാൻ സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷ് മീഡിയം ഇവിടെ സജസ്റ്റ് ചെയ്യാറ്. ഇവിടെ നോക്കുക, ഞാൻ 4 പേപ്പറിൽ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. വെറും 11 ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. ഈ ഒരു 11 ക്വസ്റ്റ്യൻ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ പോകുന്ന ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് കവർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓർക്കുക, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 8 മാർക്കിനുള്ള ചോദ്യം മാത്രമേ വരത്തുള്ളൂ. 8 മാർക്കിനാണ് വരുന്നത്. അതിൽ നമ്മുടെ എസ്എ ക്വസ്റ്റ്യൻ 5 മാർക്കിനുള്ള എസ്എ ക്വസ്റ്റ്യൻ ഉറപ്പിച്ചു ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ് വരുന്നത്. 5 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെ 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യനുമാണ് നമ്മൾ ഇവിടുന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പം SSLC ജോഗ്രഫിയിലെ ചാപ്റ്റർ ആണ് ഋതുഭേദങ്ങൾ സമയം. ഫസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ട, ചിലപ്പോൾ ഒരു 3 മാർക്കിൽ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള, പബ്ലിക് എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഭൂമിയിൽ ഋതുഭേദങ്ങൾ അനുഭവപ്പെടാനുള്ള കാരണം എന്ത്? ഭൂമിയിൽ ഋതുഭേദങ്ങൾ അനുഭവപ്പെടാനുള്ള കാരണം എന്ത്? ഇപ്പം ഭൂമിയിൽ ഋതുഭേദങ്ങൾ അനുഭവപ്പെടാനുള്ള കാരണം പ്രധാനമായിട്ടും 4 ഭൂമിയുടെ പരിക്രമണം, അച്ചുതണ്ടിന്റെ ചെരിവ്, അച്ചുതണ്ടിന്റെ സമാന്തരത, സൂര്യന്റെ അയനം. ഒന്നുകൂടെ, ഭൂമിയുടെ പരിക്രമണം, അച്ചുതണ്ടിന്റെ ചെരിവ്, അച്ചുതണ്ടിന്റെ സമാന്തരത, സൂര്യന്റെ അയനം. അപ്പം ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് 3 മാർക്കിന് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പം 5 മാർക്കിന് വരാൻ ഈ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യത വളരെ കുറവാണ്. ഓക്കെ, ഇനിയും വരുന്ന ചിലപ്പം 3 മാർക്കിന് വരാം, അല്ലെങ്കിൽ 5 മാർക്കിന് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വിഷുവങ്ങൾ അല്ലെങ്കിൽ സമരാത്ര ദിനങ്ങൾ എന്നാൽ എന്താണ്? വിഷുവങ്ങൾ അല്ലെങ്കിൽ സമരാത്ര ദിനങ്ങൾ എന്നാൽ നോക്കുക, മാർച്ച് 21, സെപ്റ്റംബർ 23 എന്നീ ദിനങ്ങളാണ് വിഷുവങ്ങൾ അല്ലെങ്കിൽ സമരാത്ര ദിനങ്ങൾ എന്നറിയപ്പെടുന്നത്. ഈ ദിനങ്ങളിൽ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലായിരിക്കും. ഓക്കെ, ഈ ദിവസങ്ങളിൽ 2 അർദ്ധഗോളങ്ങളിലും പകലിന്റെയും രാത്രിയുടെയും ദൈർഘ്യം തുല്യമായിരിക്കും. ഓക്കെ, അപ്പൊ വിഷുവങ്ങൾ സമരാത്രി ദിവസങ്ങൾ ഓർത്ത് നോക്കുക. മാർച്ച് 21 സെപ്റ്റംബർ 23 ആ 2 ദിവസങ്ങൾ. അപ്പം ദിവസങ്ങൾ എല്ലായിടത്തും മാറിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നോക്കുക, ഈ ഒരു ചാപ്റ്ററിൽ 4 ദിവസമാണ് പഠിക്കാനുള്ളത്. മാർച്ച് 21, സെപ്റ്റംബർ 23, അതുപോലെ തന്നെ ജൂൺ 21, ഡിസംബർ 22. ഈ ഒരു 4 എന്താ പറയുക ദിവസങ്ങൾ, ഡേയ്സ് ഒന്ന് ഓർത്ത് വെക്കുക. ഇങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് കൂട്ടിയിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഈ ഒരു ചോദ്യം 3 മാർക്കിനോ അല്ലെങ്കിൽ 5 മാർക്കിന് വിഷുവങ്ങളും ഗ്രീഷ്മ അയനാന്തവും ശൈത്യ അയനാന്തവും വിശദീകരിക്കുക എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ വരാം. അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് അവിടെ എഴുതി വെക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞത് ഗ്രീഷ്മ അയനാന്തം എന്താണെന്ന് നമുക്ക് നോക്കാം. ഗ്രീഷ്മ അയനാന്തം എന്ന് പറയുന്നത് ജൂൺ 21 ഗ്രീഷ്മ അയനാന്ത ദിനം എന്നറിയപ്പെടുന്നു. ഈ ദിനത്തിൽ സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് നേർമുകളിലായിരിക്കും. ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകലും ഏറ്റവും ഹ്രസ്വമായ രാത്രി അനുഭവപ്പെടുന്നു. ഓക്കെ, അപ്പം ഗ്രീഷ്മ അയനാന്ത ദിനം എന്നാണ്? ജൂൺ 21. ആ ദിനത്തിൽ സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് നേർമുകളിലാണ്. ഉത്തരാർദ്ധഗോളത്തിൽ ദൈർഘ്യമേറിയ പകലും ഹ്രസ്വമായ രാത്രിയുമാണ്. അപ്പം ശൈത്യ അയനാന്തം നോക്കുക, ഈ ലാസ്റ്റ് പറഞ്ഞ 2 സെന്റൻസിന് നേരെ ഓപ്പോസിറ്റ് എടുത്താൽ മതി. പിന്നെ ഡേ ഒന്ന് ഓർത്ത് വെക്കുക. സെപ്റ്റംബർ 23 അല്ലേ? ഓയ്യോ, സോറി, ഡിസംബർ 22. ഓക്കെ, ഡിസംബർ 22. ഓക്കെ, ഡിസംബർ 22. ഡിസംബർ 22 ശൈത്യ അയനാന്ത ദിനം എന്നറിയപ്പെടുന്നു. ഈ ദിനത്തിൽ സൂര്യൻ ദക്ഷിണായന രേഖയ്ക്ക് നേർമുകളിലായിരിക്കും. ഉത്തരാർദ്ധഗോളത്തിൽ ഹ്രസ്വമായ പകൽ ദൈർഘ്യമേറിയ രാത്രി അനുഭവപ്പെടുന്നു. മൈ മിസ്റ്റേക്ക് ആണ്. ഇവിടെ സെപ്റ്റംബർ 23 ഡിസംബർ 22. ഓക്കെ, സോറി. അപ്പം ഡിസംബർ 22 ശൈത്യ അയനാന്ത ദിനം എന്നറിയപ്പെടുന്നു. ഈ ദിനത്തിൽ സൂര്യൻ ദക്ഷിണായന രേഖയ്ക്ക് നേർമുകളിലായിരിക്കും. ഉത്തരാർദ്ധഗോളത്തിൽ ഹ്രസ്വമായ പകലും ദൈർഘ്യമേറിയ രാത്രിയും അനുഭവപ്പെടുന്നു. ഓക്കെ, അടുത്തത് നിങ്ങൾക്ക് 3 മാർക്കിനോ അല്ലെങ്കിൽ 5 മാർക്കിനോ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്
കുറെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. വസന്തകാലത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം? വസന്തകാലത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം? നോക്കുക, ശൈത്യകാലത്തു നിന്നും ഉഷ്ണകാലത്തിലേക്കുള്ള മാറ്റത്തിന്റെ കാലമാണ് വസന്തകാലം. ശൈത്യകാലത്തു നിന്ന് ഉഷ്ണകാലത്തിലേക്കുള്ള മാറ്റത്തിന്റെ കാലമാണ് വസന്തകാലം എന്ന് അറിയപ്പെടുന്നത്. അപ്പം ആ ഒരു ഡേറ്റ് ഓർത്ത് വെക്കുക. മാർച്ച് 21 മുതൽ ജൂൺ 21 വരെയാണ് ഉത്തരാർദ്ധഗോളത്തിൽ വസന്തകാലം. ഓക്കെ, മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ. നമുക്ക് ഈ ഡേറ്റ് പഠിക്കാനുള്ള ഒരു ചെറിയ കോഡ് ഞാൻ അപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്, പറഞ്ഞുതരാം. പിന്നെ നോക്കുക, ചെടികൾ തളിർക്കുന്നതും പുഷ്പിക്കുന്നതും മാവ് പൂക്കുന്നതും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വസന്തകാലത്ത് നടക്കുന്നുണ്ട്. പിന്നെ അന്തരീക്ഷ ഊഷ്മാവ് കൂടുന്നു, പകലിന്റെ ദൈർഘ്യം കൂടുന്നു, രാത്രി കുറയുന്നു. ഇതെല്ലാം വസന്തകാലത്തെ സവിശേഷതയാണ്. അപ്പം ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ, ഒരുപാട് PVQസിലും, ഒരുപാട് പബ്ലിക് എക്സാമിലും മോഡൽ എക്സാമിലും എല്ലാം കൂടുതലും ചോദിച്ചാണ്. നമ്മുടെ മോഡൽ എക്സാമിലും അതിന് കൂടുതൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു വസന്തകാലത്തിനെ പറ്റി. അപ്പം വസന്തകാലത്തിനെ കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യമാണ് ഈ ഒരു ചോദ്യം, വസന്തകാലത്തെ സവിശേഷതകൾ എന്ന് പറയുന്നത്. അടുത്തൊരു ചോദ്യം, വസന്തകാലം നമ്മൾ പറഞ്ഞപ്പം നമുക്ക് ഹേമന്തകാലം കൂടെ ഒന്ന് പരിചയപ്പെടേണ്ടതുണ്ട്. ഹേമന്തകാലത്തെ സവിശേഷതകൾ നോക്കുക. ഉഷ്ണകാലത്ത് നിന്ന് ശൈത്യകാലത്തിലേക്കുള്ള മാറ്റത്തിന്റെ കാലമാണ് ഹേമന്തകാലം എന്നറിയപ്പെടുന്നത്. സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ ഉത്തരാർദ്ധഗോളത്തിൽ ഹേമന്തകാലമായിരിക്കും. സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ. ഓക്കെ, സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ. വസന്തകാലം എന്ന് പറഞ്ഞാൽ മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ ആയിരുന്നു. ഇവിടെ ഹേമന്തകാലം സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ. ഓക്കെ, അപ്പൊ മരങ്ങൾ ഇല പൊഴിക്കുന്നു, അന്തരീക്ഷ ഊഷ്മാവ് കുറയുന്നു, പകലിന്റെ ദൈർഘ്യം കുറഞ്ഞ് രാത്രി കൂടി. അപ്പം നിങ്ങൾ വസന്തകാലം ഹേമന്തകാലം പഠിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കുക. അപ്പം ഒന്ന് പഠിച്ചാൽ നമുക്ക് ഹേമന്തകാലം, വസന്തകാലം പഠിക്കുകയാണെങ്കിൽ ഹേമന്തകാലം നേരെ ഓപ്പോസിറ്റ് എടുക്കുക. ഓക്കെ, ആ ഒരു രീതി പഠിക്കുക. ഓക്കെ, ഇനി എനിക്ക് ഈ ഡേറ്റ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കാൻ വേണ്ടി ഒരു ഡയഗ്രാം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഭൂമി ശരിയായി കാണത്തില്ലല്ലേ. ഓക്കെ, ഒരു ഭൂമിയുണ്ട്, ഉത്തരായന രേഖ, ഭൂമധ്യരേഖ, അതുപോലെ ദക്ഷിണായന രേഖ കൊടുത്തിട്ടുണ്ട്. ഉത്തരായന രേഖയ്ക്ക് സൂര്യൻ നേർമുകളിൽ വരുമ്പം ജൂൺ 21-നാണ് നേർമുകളിൽ വരുന്നത്. ഡേറ്റ് മാത്രം പഠിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ബാക്കി സവിശേഷതകൾ നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പം ജൂൺ 21 വരുന്നു. പിന്നെ ഭൂമി പിന്നെ തിരിച്ച് കറങ്ങി ഇവിടെ ഭൂമധ്യരേഖയ്ക്ക് വരുമ്പം സെപ്റ്റംബർ 23-ആണ്. ഈ ഒരു കാലഘട്ടം ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെ ഏത് കാലഘട്ടമാണ്? നമ്മൾ പഠിച്ചത് വേനൽക്കാലമാണ്. ഓക്കെ, ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെ വേനൽക്കാലമാണ്. പിന്നെ ഈ ഒരു ഭൂമധ്യരേഖയിൽ നിന്ന് സൂര്യൻ ദക്ഷിണായന രേഖയിലേക്ക് വരുന്ന ഡിസംബർ 22-നാണ്. സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെയുള്ള കാലം ഹേമന്തകാലമാണ്. നമ്മൾ മേളിൽ പറഞ്ഞു, സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ ഹേമന്തകാലമാണ്. ഓക്കെ, ഹേമന്തകാലമാണ്. പിന്നെ ദക്ഷിണായന രേഖയിൽ നിന്ന് ഭൂമി ഇങ്ങനെ കറങ്ങി പോകുമ്പോൾ മാർച്ച് 21-ന് വീണ്ടും സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് മുൻപിൽ വരുന്നു. അപ്പം ആ ഒരു മാർച്ച് 21 പിന്നെ വിഷു ആവുന്നു. അപ്പം ഈ ഒരു ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെയുള്ള കാലം, ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെയുള്ള കാലം ശൈത്യകാലമാണ്. ഓക്കെ, അപ്പം പിന്നെ തിരിച്ച് സൂര്യൻ ഭൂമധ്യരേഖയിൽ നിന്ന് ഉത്തരായന രേഖയിലേക്ക് വരുന്നു. അത് ജൂൺ 21-ആണ്. അപ്പം മാർച്ച് 21 തൊട്ട് ജൂൺ 21 വരെയുള്ള കാലം വസന്തകാലമാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ നിങ്ങൾ ഡേറ്റ് ഒന്ന് കമ്പയർ ചെയ്ത് പിടിക്കുക. ഈ ഒരു ഡയഗ്രാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് എഴുതി വെക്കുക. അപ്പം ഇങ്ങനെയാണ് ഞാൻ പഠിക്കുന്നത്. ഓക്കെ ഓക്കെ, ഇനി നിങ്ങൾക്ക് 5 മാർക്കിന് വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഗ്രീനിച്ച് രേഖ, ഗ്രീനിച്ച് സമയം എന്നിവ എന്തെന്ന് വിശദമാക്കുക. ഇത് അതുപോലെ സ്റ്റാൻഡേർഡ് സമയം എന്തെന്ന് വിശദമാക്കുക, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എന്തെന്ന് വിശദമാക്കുക, അതുപോലെ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്തെന്ന് വിശദമാക്കുക. ഓക്കെ, ഈ ഒരു ചോദ്യങ്ങളാണ് കൂടുതലും 5 മാർക്കിന് ചോദിച്ച് കണ്ടിട്ടുള്ളത്. നമുക്ക് ഇത്തവണ മോഡൽ പരീക്ഷയ്ക്ക്, അതായത് നിങ്ങൾ ഈ വർഷം എഴുതിയ മോഡൽ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ചോദിച്ച ചോദ്യം ഗ്രീനിച്ച് രേഖയും അന്താരാഷ്ട്ര ദിനാങ്ക രേഖയും കുറിച്ചൊരു കുറിപ്പ് എഴുതാനാണ്. അപ്പം ഗ്രീനിച്ച് രേഖ എഴുതണം, അതുപോലെ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എഴുതണം. ഇതായിരുന്നു ഇത്തവണ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 5 മാർക്കിന് ചോദിച്ച എസ് എന്ന് പറയുന്ന മോഡലിന് ചോദിച്ച എസ്. അപ്പം ആദ്യം പഠിച്ചു വെക്കേണ്ട ഗ്രീനിച്ച് രേഖ എന്താണ്, അതുപോലെ ഗ്രീനിച്ച് സമയം എന്താണ്. അപ്പം ഇവയെ കുറിച്ചാണ് ആദ്യം വിശദമാക്കാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നോക്കുക, 0 ഡിഗ്രി രേഖാംശ രേഖയെ ഗ്രീനിച്ച് രേഖ എന്നറിയപ്പെടുന്നു. 0 ഡിഗ്രി രേഖാംശ രേഖ ഗ്രീനിച്ച് രേഖ എന്നറിയപ്പെടുന്നു. ഈ രേഖ ഇംഗ്ലണ്ടിലെ റോയൽ ബ്രിട്ടീഷ് വാന നിരീക്ഷണ ശാല സ്ഥിതി ചെയ്യുന്ന ഗ്രീനിച്ച് എന്ന സ്ഥലത്ത് കൂടി കടന്നു പോകുന്നതിനാൽ ഈ രേഖ ഗ്രീനിച്ച് രേഖ എന്നറിയപ്പെടുന്നു. ഓക്കെ, അപ്പം ഇംഗ്ലണ്ടിലെ റോയൽ ബ്രിട്ടീഷ് വാന നിരീക്ഷണശാലയിലൂടെ വാന നിരീക്ഷണശാല സ്ഥിതി ചെയ്യുന്ന ഗ്രീനിച്ച് എന്ന സ്ഥലത്തൂടെ കടന്നു പോകുന്നതാണ് ആ ഒരു രേഖ ഗ്രീനിച്ച് രേഖ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഗ്രീനിച്ച് രേഖ അടിസ്ഥാനമാക്കിയാണ് ലോകത്തിൽ എവിടെ സമയം നിർണ്ണയിക്കപ്പെടുന്നത്. അതിനാൽ ഗ്രീനിച്ച് രേഖ പ്രൈം മെറിഡിയൻ എന്ന് വിളിക്കുന്നു. അപ്പം ഗ്രീനിച്ച് രേഖ അടിസ്ഥാനമാക്കി ലോകത്ത് എല്ലായിടത്തും സമയം നിർണ്ണയിക്കപ്പെടുന്നത് കൊണ്ടാണ് ഗ്രീനിച്ച് രേഖ പ്രൈം മെറിഡിയൻ എന്ന് വിളിക്കുന്നത്. അപ്പം അത് കഴിഞ്ഞ് നോക്കുക, ഗ്രീനിച്ച് രേഖയിലെ പ്രാദേശിക സമയത്തെ ഗ്രീനിച്ച് സമയം എന്ന് വിളിക്കുന്നു. ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കി 1 മണിക്കൂർ സമയവ്യത്യാസമുള്ള 24 സമയമേഖലകളായി ലോകത്തെ തിരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നോക്കുക,
ഇവ സമയമേഖലകൾ എന്നറിയപ്പെടുന്നു. പിന്നെ ഒരു ഒരു പോയിന്റ് കൂടെ ഉണ്ട്, നിങ്ങൾക്ക് പക്ഷെ അത് കാണാൻ പറ്റത്തില്ല. ഓരോ സമയമേഖലയുടെ രേഖാംശീയ വ്യാപ്തി 15 ഡിഗ്രിയാണ്. അത് വളരെ ഇമ്പോർട്ടൻറ്റ് എന്ന് പറയാനുള്ള ഒരു പോയിന്റ് അല്ല, എന്നാലും നിങ്ങൾക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ എന്ന് എഴുതി വെക്കാം. ഓക്കെ, നോക്കുക. അടുത്തത് സ്റ്റാൻഡേർഡ് സമയം എന്നാലെന്ത്? സ്റ്റാൻഡേർഡ് സമയം എന്താണെന്ന് നോക്കുക. വിവിധ രേഖാംശങ്ങളിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളിൽ അതത് ഇടങ്ങളിലെ പ്രാദേശിക സമയം പരിഗണിച്ചാൽ അത് പല അവസരങ്ങളിലും ആശയക്കുഴപ്പം ഉണ്ടാക്കും. ഇത് പരിഹരിക്കാൻ രാജ്യത്തിന്റെ കേന്ദ്രഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശത്തിലെ പ്രാദേശിക സമയത്തെ രാജ്യത്തിന്റെ മുഴുവൻ പൊതുസമയമായി കണക്കാക്കുന്നു. രാജ്യത്തിന്റെ ഏറെക്കുറെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന രേഖാംശ രേഖയെ മാനക രേഖാംശം അഥവാ സ്റ്റാൻഡേർഡ് മെറീഡിയൻ എന്ന് പറയുന്നു. മാനക രേഖാംശത്തിലെ പ്രാദേശിക സമയത്തെ മാനക സമയം അഥവാ സ്റ്റാൻഡേർഡ് സമയം എന്ന് പറയും. ഓക്കെ, ഇതാണ് സ്റ്റാൻഡേർഡ് സമയം എന്ന് വ്യക്തമാക്കാൻ പറയാം. അപ്പം ഒരു രാജ്യത്ത് നോക്കുമ്പോൾ പല പല രേഖാംശ രേഖകൾ ഉണ്ടാകും. അപ്പൊ അതനുസരിച്ച് എല്ലായിടത്തും സമയം നോക്കാൻ പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. സമയങ്ങൾ തമ്മിൽ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ട്രെയിനിന്റെ അതുപോലെ വിമാനം, അതിനങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പം അത് പരിഹരിക്കാൻ വേണ്ടി രാജ്യത്തിന്റെ കേന്ദ്ര ഭാഗത്തുകൂടി കടന്നു പോകുന്ന രേഖാംശ, ഏറെക്കുറെ മധ്യഭാഗത്തുകൂടി കടന്നു പോകുന്ന ആ ഒരു രേഖാംശ രേഖയെ ഉപയോഗിച്ച് സമയം കണക്കാക്കുന്നു. ആ ഒരു രേഖാംശ രേഖയെ മാനക രേഖാംശം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് മെറീഡിയൻ എന്നും ആ ഒരു മാനക രേഖാംശത്തിലെ പ്രാദേശിക സമയത്ത് സ്റ്റാൻഡേർഡ് സമയം അഥവാ മാനക സമയം എന്നും പറയും. ഓക്കെ, ഇനി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം വിശദമാക്കാം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം, അതായത് നമ്മുടെ ഇന്ത്യയിലെ സ്റ്റാൻഡേർഡ് സമയം ഏതാണെന്നാണ് വിശദമാക്കേണ്ടത്. അപ്പോൾ കിഴക്ക് 68 ഡിഗ്രി മുതൽ കിഴക്ക് 97 ഡിഗ്രി വരെയാണ് ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി. ഇന്ത്യയുടെ ഏകദേശം മധ്യത്തിലായി സ്ഥിതി ചെയ്യുന്ന 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശത്തെയാണ് ഇന്ത്യയുടെ മാനക രേഖാംശമായി കണക്കാക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം വിശദമാക്കാൻ പറഞ്ഞാൽ ഫസ്റ്റ് പോയിന്റ് എഴുതിയില്ലെങ്കിലും ഈ രണ്ടാമത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് എഴുതുക. ഈ ഫസ്റ്റ് പോയിന്റ് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് അല്ല എങ്കിൽ കൂടി നിങ്ങൾ അത് എഴുതാൻ ശ്രമിക്കുക. രണ്ടാമത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ മറ്റേ എസ് എഴുതുമ്പോൾ ടീച്ചർമാർ നോക്കുന്നത് ഇതുപോലത്തെ പോയിന്റ് വെച്ചാണ്. അപ്പം 82.5 ഡിഗ്രി കിഴക്ക് ഈ ഒരു രേഖാംശീയ രേഖയുടെ സ്ഥാനം വളരെ കൃത്യമായിട്ട് എഴുതുക. അത് വെച്ചാണ് ടീച്ചർമാർ മാർക്ക് നോക്കുന്നത്. ഓക്കെ, അടുത്ത് നോക്കുക. ഈ രേഖാംശത്തിലെ പ്രാദേശിക സമയത്തെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എന്ന് വിളിക്കുന്നു. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് രേഖയിൽ നിന്ന് 5.5 മണിക്കൂർ കൂടുതലായിരിക്കും. അപ്പൊ ഈ 5.5 മണിക്കൂറിന്റെ കാര്യവും എഴുതി വെക്കുക. ഈ ഒരു പോയിന്റ് വെച്ചാണ് ടീച്ചർമാർ മാർക്ക് അനലൈസ് ചെയ്യുന്നത്. സോ അതൊക്കെ എഴുതുക. പിന്നെ ഇതുവരെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് 3 മാർക്കിന് അല്ലെങ്കിൽ 5 മാർക്കിന് ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷേ ഇത്തവണ പബ്ലിക് എക്സാമിന് ചോദിച്ചാലോ എന്ന് കരുതിയ ഒരു ചോദ്യം ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മുടെ സമയം കണ്ടെത്താനുള്ള ഒരു ചോദ്യം. ഓക്കെ, നോക്കുക. ഗ്രീനിച്ച് സമയം ഉച്ചയ്ക്ക് 2:30 ആയാൽ ന്യൂയോർക്കിലെ സമയം എത്ര? ഓക്കെ, ഗ്രീനിച്ച് സമയം ഉച്ചയ്ക്ക് 2:30. ഗ്രീനിച്ച് സമയം എന്ന് പറഞ്ഞാൽ മറ്റേ 0 ഡിഗ്രിയാണ്. നേരത്തെ പറഞ്ഞു ഗ്രീനിച്ച് രേഖയിലെ പ്രാദേശിക സമയത്തെയാണ് ഗ്രീനിച്ച് സമയം എന്ന് പറയുന്നത്. ഗ്രീനിച്ച് രേഖ 0 ഡിഗ്രി എല്ലാം ഓർമ്മയിൽ വേണം, മനസ്സിൽ വേണം. ഓക്കെ, ഗ്രീനിച്ച് സമയം ഉച്ചയ്ക്ക് 2:30 ആയാൽ ന്യൂയോർക്കിലെ സമയം എത്ര? 0 ഡിഗ്രി രേഖാംശ രേഖയിലെ സമയം 2:30 ആണ്. ന്യൂയോർക്കിലെ ന്യൂയോർക്കിലെ സ്റ്റാൻഡേർഡ് ന്യൂയോർക്കിലെ നമ്മുടെ രേഖാംശ രേഖ തന്നിട്ടുണ്ട് 74 ഡിഗ്രി പടിഞ്ഞാറാണ് തന്നിട്ടുള്ളത്. ഓക്കെ, 74 ഡിഗ്രി കിഴക്കല്ല, 74 ഡിഗ്രി പടിഞ്ഞാറാണ് തന്നിട്ടുള്ളത്. നോക്കുക. 1 ഡിഗ്രി തിരിയാൻ എടുക്കുന്ന സമയം 4 മിനിറ്റ് ആണ്. അപ്പം 4 മിനിറ്റ് എടുക്കും ഭൂമി 1 ഡിഗ്രി തിരിയാൻ. അപ്പം 74 ഡിഗ്രി ന്യൂയോർക്കിന്റെ അവിടുത്തെ രേഖാംശ രേഖ 74 ഡിഗ്രിയാണ്. അപ്പം 74 ഡിഗ്രി തിരിയാൻ 74 × 4 നോക്കുക. അത് 296 മിനിറ്റ്. 296 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 4 മണിക്കൂർ 56 മിനിറ്റ് ആണ്. 4 മണിക്കൂർ 56 മിനിറ്റ്. 4 മണിക്കൂർ 54 മിനിറ്റ് കൂട്ടുവാണോ കുറയ്ക്കുവാണോ? അപ്പം നോക്കുക, കുറയ്ക്കുവാണ്. കാരണം പടിഞ്ഞാറാണ്. പടിഞ്ഞാറായാൽ അത് കുറയ്ക്കുവാണ്, കിഴക്കായ കൂട്ടുവാണ്. പടിഞ്ഞാറായ കുറയ്ക്കുവാണ്, കിഴക്കായ കൂട്ടുവാണ്. അപ്പൊ പടിഞ്ഞാറാവുമ്പം ഈ ഒരു 2:30 ഈ 4:56 കുറയ്ക്കുക. അപ്പം 2:30 നിന്ന് 4:56 കുറയ്ക്കും. ഇപ്പം ആൻസർ എന്ന് പറഞ്ഞാൽ 9:34 AM. ഓക്കെ, AM അത് കൃത്യമായിട്ട് എഴുതുക. അത് എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ 1/2 മാർക്ക് പോകും. ഇത് പബ്ലിക് എക്സാമിന് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. ചോദിക്കുവാണെങ്കിൽ 5 മാർക്കിന് ഇതുപോലെ ഗ്രീനിച്ച് സമയം എന്താണ് അല്ലെങ്കിൽ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ അങ്ങനെ തന്നിട്ട് ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ബി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഇങ്ങനെ ന്യൂയോർക്കിലെ സമയം എത്ര എന്ന് പറഞ്ഞ് ചോദിക്കാം. അങ്ങനെ ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്, അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചു ഇതുവരെ കണ്ടിട്ടില്ല. ഓക്കെ, ഇനിയും ഈ ഒരു പാഠത്തിൽ നിന്ന് ചോദിക്കാനുള്ള ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ഇത്തവണ മോഡൽ പരീക്ഷയ്ക്ക് വന്ന ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര ദിനാങ്ക രേഖയുടെ പ്രാധാന്യം വിശദമാക്കുക. അന്താരാഷ്ട്ര ദിനാങ്ക രേഖയുടെ പ്രാധാന്യം വിശദമാക്കാൻ എന്നൊരു ചോദ്യം കണ്ടാൽ അന്താരാഷ്ട്ര ദിനാങ്ക രേഖയെ കുറിച്ച് എഴുതിയാൽ മതി. അല്ല അതിന്റെ പ്രാധാന്യം എന്താ, ഞാൻ അത് പഠിച്ചിട്ടില്ല എന്ന് ഓർത്ത് ആരും തലമുണ്ടാക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അന്താരാഷ്ട്ര ദിനാങ്ക രേഖയെ പറ്റി എന്തെല്ലാം അറിയുമോ അതെല്ലാം അവിടെ എഴുതി വെച്ചാൽ.
ഓക്കെ, നോക്കുക 180 ഡിഗ്രി രേഖാംശ രേഖ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്നറിയപ്പെടുന്നു. ഇമ്പോർട്ടന്റ് പോയിന്റ് നമ്പർ 1. ഈ രേഖയുടെ കിഴക്കും പടിഞ്ഞാറുമായി 24 മണിക്കൂറിന്റെ സമയ വ്യത്യാസം കാണപ്പെടുന്നു. ഇമ്പോർട്ടന്റ് നമ്പർ 2. രാജ്യത്തിന്റെ മധ്യഭാഗത്തൂടി കടന്നു പോകുമ്പോൾ ദിവസങ്ങളിൽ ഉണ്ടാക്കുന്ന വ്യത്യാസം പരിഹരിക്കുന്നതിനായി ഈ കരഭാഗത്തെ പൂർണ്ണമായി ഒഴിവാക്കി കടലിലൂടെ വളച്ച് ഈ രേഖ വരച്ചിരിക്കുന്നു. ഇമ്പോർട്ടന്റ് പോയിന്റ് നമ്പർ 3. പസഫിക് സമുദ്രത്തിലെ ബെറിങ് കടലിലൂടെയാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ കടന്നു പോകുന്നത്. ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും നിങ്ങൾ ഇത് എഴുതാതെ ഇരിക്കാൻ ശ്രമിക്കരുത്, എഴുതുക. ഓക്കെ, അതൊക്കെ ലാസ്റ്റ് പോയിന്റ്. ഈ രേഖ കടന്ന് പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്ന ഒരാൾ കലണ്ടറിൽ ഒരു ദിവസം കൂട്ടിയും കിഴക്കോട്ട് പോകുന്നവർ ഒരു ദിവസം കുറച്ചും സമയം കണക്കാക്കുന്നു. ഇമ്പോർട്ടന്റ് പോയിന്റ്. അപ്പം അന്താരാഷ്ട്ര ദിനാങ്ക രേഖ പഠിക്കുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പം ഈ ഒരു 4 പോയിന്റ്സ്, അല്ല സോറി 5 പോയിന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാം എഴുതി വെക്കുക. ഓക്കെ, 5 പോയിന്റ് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടുന്നതാണ്. 5 മാർക്കിനായിട്ട് ഇത് മാത്രം ചോദിക്കത്തില്ല. ഇത്തവണ മോഡലിൽ ചോദിച്ച പോലെ ഗ്രീനിച്ച് രേഖയും അതിന്റെ കൂടെ തന്നെ അന്താരാഷ്ട്ര ദിനാങ്ക രേഖയും, അങ്ങനെ ഇതിൽ 2 എണ്ണം ചോദിക്കും. ഇത്തവണ ഞാൻ ഒരു പ്രഡിക്ഷൻ നടത്തുന്നത്, ഗ്രീനിച്ച് രേഖ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ ചോദിച്ച സ്ഥിതിക്ക് ഇത്തവണ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള സ്റ്റാൻഡേർഡ് സമയം അതുപോലെ തന്നെ അന്താരാഷ്ട്ര ദിനാങ്ക രേഖയായിരിക്കും. ഓക്കെ, ഒരു പ്രഡിക്ഷൻ ആണ്. നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് എസ്എ ചോദിക്കുന്നത് സ്റ്റാൻഡേർഡ് സമയം അതുപോലെ അന്താരാഷ്ട്ര ദിനാങ്ക രേഖയായിരിക്കും. സോ നിങ്ങളെല്ലാം പഠിച്ചു നോക്കുക. തന്ന 11 ക്വസ്റ്റ്യൻ ഉണ്ട്. 11 ക്വസ്റ്റ്യൻ ജസ്റ്റ് നോക്കി വെക്കുക. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞ വസന്തകാലം, അതുപോലെ തന്നെ ഗ്രീനിച്ച് രേഖ, സ്റ്റാൻഡേർഡ് സമയം, അന്താരാഷ്ട്ര ദിനാങ്ക രേഖ, ഇതെല്ലാം ഒന്ന് നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾ എല്ലാവർക്കും പബ്ലിക് എക്സാമിന് നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.